കൺവീനറെ നിരന്തരമായിട്ട് CPI കേരള കോൺഗ്രസിനെ UDF-ലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ശ്രദ്ധയിലത് പെട്ടിരുന്നു. ആ മോഹങ്ങൾക്ക് ആർക്കെങ്കിലും അതിരിടാൻ പറ്റുമോ? സുപ്രീം കോടതി വാർത്ത വന്നിട്ടുണ്ട്. KTU ഡിജിറ്റൽ സർവകലാശാലകളുടെ സ്ഥിര VC നിയമനം സംബന്ധിച്ച് ഗവർണർ നിയമിച്ചില്ലെങ്കിൽ സുപ്രീം കോടതി നിയമന തീരുമാനമെടുക്കും. ഗവർണറും സർക്കാരും സമവായത്തിലെത്തണം. ഗവർണർ നിയമിച്ചില്ലെങ്കിൽ കോടതി നിയമിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതെ, എന്താ അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ മനസ്സിലാക്കണമല്ലോ. എനിക്കിപ്പോൾ പറയാൻ കഴിയില്ലല്ലോ. മനസ്സിലാക്കാം. പ്രതിപക്ഷ നേതാവ് ഈ രാഹുൽ വിഷയത്തിൽ ഇന്ന് വീണ്ടും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ ബോധപൂർവം വൈകിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് വഴി വിഷയം സജീവമാക്കി നിർത്തുകയും ശബരിമല വിഷയത്തിൽ നിന്നും ശ്രദ്ധ മാറ്റുവാനായിട്ടുള്ള സർക്കാരിന്റെ ഒരു തന്ത്രമാണ് ഈ അറസ്റ്റ് വൈകിപ്പിക്കൽ എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറയുന്നത്. അതിലൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അങ്ങക്ക് അറിയാമായിരിക്കുമല്ലോ എവിടെയാണുള്ളതെന്ന്. അതൊന്ന് പറഞ്ഞാൽ മതി, അതവർ നേരെ പോയിട്ട് പിടിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ ഒളിപ്പിച്ച് വെക്കുന്നു. ഈ പറഞ്ഞത് കൊണ്ട് പറയുകയാണ് ഞാൻ. അങ്ങക്ക് അറിയാമെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ അറിവോടുകൂടിയാണല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. VD സതീശൻ എന്ന ഒരു വ്യക്തിക്ക് അറിയുമെന്നുള്ളതല്ല, കോൺഗ്രസിൻ്റെ അറിവോടുകൂടിയാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചിട്ടുണ്ടാവുക. ആ സംരക്ഷണം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റും. ആ വിവരം കൊടുത്താൽ നേരെ പിടിക്കാനും പറ്റും. അതായത് ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് കൊടുക്കാൻ പറയുന്നൊരു കാലമുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ MP ഗംഗാധരനും TK ഹംസയും മത്സരിച്ചപ്പോൾ MP ഗംഗാധരന് വോട്ട് കൊടുക്കാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചത്. ആ രണ്ട് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പരമയോഗ്യൻ MP ഗംഗാധരനാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കി. അങ്ങനെയാണ് MP ഗംഗാധരന് വോട്ട് കൊടുക്കാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിക്കുന്നത്. അതായത് എല്ലാ ഘട്ടത്തിലും UDF-ന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അത്യപൂർവം ചിലയിടങ്ങളിൽ ചിലപ്പോൾ ആ സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് എവിടെയെങ്കിലും പിന്തുണ നൽകിയിട്ടുണ്ടാകും. പക്ഷേ പൊന്നാനി പോലൊരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ പോലും അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാൻ LDF-ന് പിന്തുണ നൽകാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് മനസ്സ് വന്നില്ല എന്നുള്ളത് നമ്മൾ കാണണം. അപ്പോൾ അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി പറയുന്ന ഒരു ന്യായം മാത്രമാണിത്. ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കാതിരിക്കുന്ന കാര്യം വിലക്കയറ്റം വളരെ വർദ്ധിച്ചു വരികയാണ്. കാരണം താരങ്ങൾക്ക് 3 ഇരട്ടി വില വരുമെന്നാണ് നമ്മൾ പൊതുവിപണിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സർക്കാർ ഇടപെട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ പച്ചക്കറിക്ക് വില കൂടുന്നതിന് പറയുന്ന കാരണം ഇപ്പോൾ മണ്ഡല മാസമായ കാരണം ആൾക്കാർ പച്ചക്കറി കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഈ വിലക്കയറ്റം നമ്മൾ ശ്രദ്ധിക്കാതെ പോവാണ് ഈ രാഷ്ട്രീയപരമായ ഇത്തരം ഈ ചർച്ചകൾക്കിടയിൽ. അപ്പം സർക്കാരിൻ്റെ ഒരു ഇടപെടലാക്കാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരം നിലനിർത്തുന്നുണ്ടോ? സർക്കാർ എല്ലാ കാലത്തും ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതാണല്ലോ പൊതുവിതരണ രംഗം വളരെ ശക്തിപ്പെടുത്തുന്നത്. വലിയ തോതിൽ ശക്തിപ്പെടുത്തുന്ന നിലപാടാണല്ലോ സ്വീകരിക്കുന്നത്. ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തെ അനുഭവം എടുത്താൽ 15,000 കോടിയിൽ പരം രൂപയാണ് പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തുറന്നുകൊണ്ടേയിരിക്കും, അതിൽ യാതൊരു ആശങ്കയും ഉണ്ടാകേണ്ടതായിട്ടില്ല. മില്ലുടമകൾ നിസ്സഹകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അത് ഒരു ബോധപൂർവം നിസ്സഹകരിക്കുന്ന നിലപാടാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതായാലും കൃഷിക്കാരെ സംരക്ഷിക്കുക എന്നത് സർക്കാരിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, ഒരു നിലപാടാണ്. അതിൻ്റെ ഭാഗമായി നെല്ല് സംഭരണം കൃത്യമായി നടത്താനാവണം എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. അതിൽ മാതൃകാപരമായി ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യം ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ആദ്യമേ തന്നെ നടപടികൾ സ്വീകരിക്കാൻ പറ്റും. അവിടെ സഹകരണ സംഘങ്ങൾ സന്നദ്ധമാണ്. സഹകരണ സംഘങ്ങൾ മുഖേന നെല്ല് സംഭരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നെല്ല് സംഭരിച്ചതിന് ശേഷം ആ സംഭരിച്ച നെല്ല് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ കൂടി അറിവോടും സമ്മതത്തോടും അവരുടെ മേൽനോട്ടത്തിലും വ്യത്യസ്ത മില്ലുകളിൽ കൊടുത്ത് അരിയാക്കി സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ ഏൽപ്പിക്കുന്ന നിലയാണ് ഉണ്ടാവുക. ആ നടപടികൾ തുറന്നു പോവുകയാണ്.
കഴിഞ്ഞ് ഒരു സ്ഥലത്താണ് പാർട്ടി ആളെ നടത്തിയത്. പാർട്ടിയുടെ ക്ഷീണമാണോ അതോ അവരെ സഹായിക്കാനോ? എന്താ നോക്കണം, എന്താന്ന് എനിക്കറിയില്ല, നോക്കണം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ നമുക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് CM. അപ്പോൾ അതിൽ കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാവരും തന്നെ പറയുന്നത് മുകേഷും അതുപോലെ തന്നെ പത്മകുമാറും അവർക്കൊന്നും തന്നെ CPM ആ ഒരു ധാർമ്മികത കാണിക്കുന്നില്ല, കോൺഗ്രസിന്റെ ഒരു ധാർമ്മികത കാണിക്കുന്നില്ല, പുറത്താക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടപടിയെടുക്കാനോ ആ ഒരു ധാർമ്മികത എന്തുകൊണ്ട് CPMന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളത് പ്രതിപക്ഷം ചോദിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ ജില്ലയിലെ ഒരു MLA ഇല്ലേനോ കോൺഗ്രസിൻ്റെ, എന്തേനും അദ്ദേഹത്തിൻ്റെ പേര്? എൽദോസ്. അതുപോലെ തിരുവനന്തപുരത്തൊരു MLA വിൻസെൻ്റ്, അവരൊക്കെ ഇപ്പോൾ കോൺഗ്രസ് തന്നെയല്ലേ? ഇരിക്കട്ടെ, അപ്പോൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി.